ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്ക് എക്സൈസ് നോട്ടീസ്. ചൊവ്വാഴ്ച ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമയ്ക്ക് ജിൻഡോയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ബിഗ് ബോസിലെ കഴിഞ്ഞ സീസണിലെ വിജയാണ് ജിൻഡോ. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണോ സാമ്പത്തിക ഇടപാടെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ് ചോദ്യം ചെയ്യലിന്റെ ലക്ഷ്യം. താൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ലെന്നും കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നും ജിൻഡോ പ്രതികരിച്ചിരുന്നു. എക്സൈസ് നോട്ടീസ് ലഭിച്ചു എന്നാൽ അത് സ്വാഭാവിക നടപടി മാത്രമായിരുന്നുവെന്നാണ് ജിൻഡോയുടെ പ്രതികരണം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ജിൻഡോയ്ക്ക് പുറമെ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി എന്നിവർക്കും ഒരു നിർമ്മാതാവ്, കൊച്ചിയിലെ മോഡലായ സൗമ്യ എന്നിവർക്കും എക്സൈസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഹാജരാകാനാണ് സൗമ്യയ്ക്ക് നോട്ടീസ്. സൗമ്യയ്ക്ക് തസ്ലീമയുമായി സാമ്പത്തിക ഇടപാട് ഉണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. തസ്ലീമ ഇവരുമായി ലഹരി ഇടപാട് നടത്തിയതിന്റെ കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും പലതവണ സാമ്പത്തിക ഇടപാട് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണെന്നതിന് വ്യക്തത വരുത്താനാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്. ലഹരി ഇടപാടുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും. കസ്റ്റഡിയിൽ വാങ്ങിയ 3 പ്രതികളെയും ഒരുമിച്ചും ഒറ്റയ്ക്കിരുത്തിയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിൽ പ്രതികൾ പൂർണ്ണമായും സഹകരിച്ചില്ലെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. എറണാകുളത്തെ ഇവർ താമസിച്ച 2 ഹോട്ടലുകളിലും സുഹൃത്തിന്റെ ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുപ്പും പൂർത്തിയാക്കി. തസ്ലീമയുടെ പെൺവാണിഭ ഇടപാടുകളെ കുറിച്ചും സുൽത്താൻ അക്ബർ അലിയുടെ രാജ്യാന്തര സ്വർണ്ണക്കടത്തിനെ കുറിച്ചും എക്സൈസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് പോലീസിന് കൈമാറാനാണ് ആലോചന. ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്ന 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഈ മാസം 1-ാം തീയതിയാണ് എക്സൈസ് പിടികൂടിയത്. തസ്ലീമയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് ജിൻഡോ ഉൾപ്പെടെയുള്ളവർ പലതവണ പണം കൈമാറിയതായി കണ്ടെത്താൻ സാധിച്ചത്.